ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നുറുക്ക് ഗോതമ്പും കൊണ്ടുള്ള വടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒരു 2-3 വട്ടം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാരണം ഇത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നുണ്ട്, ചിലപ്പോൾ ഇതിനകത്ത് മണ്ണും കല്ലൊക്കെ കാണും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1.5 കപ്പ് വെള്ളം ഇട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു 4 വിസിലടിക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ വടയിലേക്ക് വേണ്ട ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 4 വിസിലടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കുക്കറൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നന്നായി നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്ത ശേഷം നമുക്കിതൊരു ജാറിനകത്തേക്ക് ഇട്ടിട്ട് അത് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ടേക്ക് അരച്ചെടുക്കണ്ട കേട്ടോ. അതുപോലെ വെള്ളം ഒരു തുള്ളി ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇതാ ഞാൻ അരച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഇതൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് മാറ്റിയിടാം. ഇതിനകത്തേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ ഇത് കുഴഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ കുഴച്ചിവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 2 കയ്യിലൊന്നിട്ടിട്ട് അത് ഒന്ന് പരത്തിയിട്ട് നടുക്കൊരു ഓട്ട ഇട്ടിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതാ ഈ ഒരു ഷേപ്പിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാൻ. അപ്പോൾ ഉള്ളം കയ്യിൽ വെച്ചിട്ട് വേണം ഇതങ്ങനെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ ഇതവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വട 2-3 ഇട്ട് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോൾ വേണം നമ്മൾക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായി കളഞ്ഞ് നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഞാനൊരു പാത്രത്തിനകത്തേക്ക് സെർവ് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കിത് ഒന്നിത് പൊട്ടിച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ള. കണ്ടോ, തൊടുമ്പൊക്കെ നല്ല സോഫ്റ്റാണ്, അതേപോലെ ഉള്ളും നല്ല സോഫ്റ്റാണ് കേട്ടോ. കണ്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.